ആത്മഹത്യ ചെയ്ത മുന്നിയൂർ സ്കൂൾ അധ്യാപകൻ കെ അനീഷിനെതിരെയുള്ള പരാതിക്ക് തെളിവുകളില്ലെന്ന് DPIയുടെ കണ്ടെത്തൽ. പ്യൂൺ അഷ്റഫിനെ മർദ്ദിച്ചുവെന്ന ആരോപണത്തിന് ദൃക്സാക്ഷികളില്ല. തെളിവുകൾ ശരിയാണോ എന്ന് പരിശോധിക്കാതെ DDE തിരക്കിട്ട് അധ്യാപകനെ പിരിച്ചുവിട്ടത് നടപടികൾക്ക് വിരുദ്ധമാണെന്നും DPI കണ്ടെത്തി. അനീഷിനെ സർവീസിൽ തിരിച്ചെടുത്തുകൊണ്ടുള്ള DDEയുടെ ഉത്തരവിലാണ് കണ്ടെത്തൽ. ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. മുന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കെ അനീഷ് തന്നെ മർദ്ദിച്ചുവെന്ന പ്യൂൺ അഷ്റഫിന്റെ പരാതിയിൽ ദൃക്സാക്ഷികളില്ലെന്ന് DPI ഉത്തരവിൽ വ്യക്തമാക്കുന്നു. തന്നെ സ്കൂൾ ബെഞ്ചിന്റെ കാലുകൊണ്ടാണ് മർദ്ദിച്ചതെന്നാണ് അഷ്റഫ് നൽകിയ മൊഴി. എന്നാൽ പോലീസ് FIRൽ ഇരുമ്പ് ദണ്ടുകൊണ്ട് മർദ്ദിച്ചുവെന്നാണ് പറയുന്നത്. അഷ്റഫിന് തലയ്ക്ക് പരിക്കേറ്റുവെന്ന് കാണിച്ച് തയ്യാറാക്കിയ വൂണ്ട് സർട്ടിഫിക്കറ്റ് സംശയാസ്പദമാണ്. അനീഷിനെതിരെയുള്ള പരാതിയുടെ ഗൗരവത്തെക്കാളേറെ ഉയർന്ന ശിക്ഷാ നടപടിയാണ് മലപ്പുറം DDE സ്വീകരിച്ചത്. അനീഷിന്റെ ഭാഗം കേൾക്കാതെയും പരാതിക്കാരൻ നൽകിയ രേഖകൾ ശരിയാണോ എന്ന് പരിശോധിക്കാതെയുമാണ് ശിക്ഷ നടപ്പാക്കിയത്. അധ്യാപകനെ ജോലിയിൽ തിരിച്ചെടുക്കണമെന്നും സർവീസ് ആനുകൂല്യങ്ങൾ മുഴുവനും നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. 2014 ജൂൺ 13 കെ അനീഷിനെ മാനേജർ VP സൈദലവി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്. സെപ്റ്റംബർ 2 അധ്യാപകനെ മലമ്പുഴയിലെ ലോഡ്ജ് മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മാനേജറുടെ അനിഷ്ടത്തിന് ഇരയായതിനെ തുടർന്ന് അനീഷിനെതിരെ വ്യാജ പരാതിയുണ്ടാക്കി പിരിച്ചുവിടുകയായിരുന്നുവെന്നാണ് ഉയർന്ന ആരോപണം. ഇത് ശരിവെക്കുന്നതാണ് DPI ഉത്തരവിലെ കണ്ടെത്തൽ. അതേസമയം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മാനേജർക്കെതിരെ കഴിഞ്ഞ മാർച്ചിന് DPI കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ തുടർ നടപടികളൊന്നും എടുത്തിട്ടില്ല. റിപ്പോർട്ടർ, കോഴിക്കോട്, തിരുവനന്തപുരം.